ഒരു വീട്ടിക്ക് ഇതിനു വേണ്ടി ചെല്ലുകയാണ്. അതായത് അവിടുന്ന് ഒരു അപേക്ഷ വന്നു, ഒരു പെരിയുന്ന ഒരു അപേക്ഷ വന്നു. 3 മാസം കൂടുമ്പം ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് ആ പെരിയത്തെ കുട്ടിക്ക്. 20,000 റുപ്യാണ് ഇഞ്ചക്ഷന്റെ വില. 20,000 റുപ്യ. അത് 3 മാസം കൂടുമ്പോൾ അടിച്ചണം. അപ്പൊ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, കുറെ കാലമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ എത്ര കാലമായിട്ടും ഈ കുട്ടി മരിച്ചിട്ടില്ല. അത് 3 മാസം കൂടുമ്പോൾ 20,000 റുപ്യ കൊടുക്കണ്ടേ? അപ്പോ ഒന്ന് അന്വേഷിക്കണം അവിടെ പോയിട്ട്, എന്താണിത് സത്യാവസ്ഥ. അങ്ങനെ ആ വീട്ടിലേക്ക് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഞാൻ കണ്ട കാഴ്ചകളോട് പറയണം. എന്തിനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളതൊന്നും ഒരു സങ്കടമല്ല. ആ പെരിക്കാണ് കയറി ചെല്ലുമ്പോൾ ആ പെരിയില് ഒരു പെൺകുട്ടി, 20 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിക്കാണ് ഈ ക്യാൻസർ. തലച്ചോറിന്റെ താഴെ, തലച്ചോറിന്റെ ഉള്ളിലാണ് ക്യാൻസർ. അതിൻ്റെ ഉള്ളിലേക്ക് പോണ വലിയ രക്തം, കഴുത്തുനിന്ന് ഇങ്ങോട്ട് പോണ കണ്ടനാടി ഉണ്ട്. അത് നേരെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ മുഴ. ഈ രക്തക്കൊഴലിനോട് ചേർന്നാണ് ഈ മുഴ നിൽക്കുന്നത്. അതുകൊണ്ട് സർജറി ചെയ്യുന്നത് റിസ്ക് ആണ്. സർജറി ചെയ്യൽ മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സർജറി പറ്റൂല. ഈ ഇഞ്ചക്ഷൻ വെച്ചാൽ ഈ മുഴ വലുതാവില്ല. പക്ഷെ 3 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കണം. 20,000 റുപ്യാണ് ഇഞ്ചക്ഷന്റെ വില. ഈ പെരിയിലെ വാപ്പാന്റെ അവസ്ഥ എന്താ പറയുക? TB ബാധിച്ച്, നട്ടലിന് TB ബാധിച്ച് കിടപ്പിലാണ്. ഉമ്മാക്ക് മൊത്തം പിരാന്താണ്. ഉമ്മ അങ്ങനെ ചിറിച്ച് കുത്തിരിക്ക കസാലയില്. മക്കളെ എന്താപ്പോ പാപ്പ അങ്ങനെ കിടക്കുക അവിടെ. അങ്ങനെ നമ്മള് ഒരു തലയും പാലും ഇല്ലാതെ വർത്താനം പറഞ്ഞു. പിരാന്ത്. ഇത് മൂത്ത മകള്. രണ്ടാമത്തെ മകള് ചെറിയൊരു പണിക്കെന്തോ, ടൈലറിംഗ് പണിക്കെന്തോ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ പെരന്റെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ അവസ്ഥകളെ പെരിയിലുണ്ടോ?